അദ്ദേഹം കുറെ നാളുകളായിട്ട് വിവാദങ്ങളിലൊന്നും പെടാതെ നിൽക്കുമായിരുന്നു. മുകേഷിന്റെ ഒരു ഭീഷണി വർത്തമാനം മറുനാടൻ എക്സ്ക്ലൂസീവായി പുറത്തുവിടുകയാണ്. പിന്നെ ഈ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ ഇയാള് ഈ രാധാകൃഷ്ണനെ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഈ ചെറുപ്പക്കാരൻ അയാളുടെ വീഡിയോസ് കണ്ടിട്ട് എന്നല്ല പറയുന്നത്, അയാളുകൾക്ക് എക്കാലവും വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് മുകേഷ്. MLA ആണ്. അദ്ദേഹം കുറേ നാളുകളായിട്ട് വിവാദങ്ങളിലൊന്നും പെടാതെ നിൽക്കുമായിരുന്നു. അദ്ദേഹം ഒരുപാട് വിവാദങ്ങളിൽ കൂടെ യാത്ര ചെയ്ത വ്യക്തിത്വമാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പഴയ ഫോൺ കോൾസൊക്കെ അന്തസ്സുണ്ടോടാ. പിന്നീട് പുള്ളിയുടെ സിനിമകളിൽ തന്നെ ഈ ഡയലോഗ് എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. ചിലപ്പം റൈറ്റർ എഴുതി കൊടുത്തായിരിക്കും താങ്കൾ ഈ ഡയലോഗ് പറഞ്ഞു. ഇനി ചിലപ്പം ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന ടോപ്പിക്കിൽ ഉപയോഗിച്ചിരുന്ന ഡയലോഗും ചിലപ്പം അടുത്ത പുള്ളിയുടെ പടത്തിൽ ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. നല്ല നടനാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ആക്ടിങ് വൈസ് നമുക്ക് ഒരുപാട് 90s ഇറങ്ങിയിരുന്ന സിനിമകളിലൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. കോമഡിയൊക്കെ നല്ല ടൈമിംഗ് ആണ്. പബ്ലിക്കിന് അറിയാം മുകേഷ് എന്താണെന്നുള്ളത്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. മറുനാടൻ സാജൻ ഒരു ന്യൂസ് ഇന്ന് വിട്ടിട്ടുണ്ടായിരുന്നു മുകേഷുമായിട്ട് ബന്ധപ്പെട്ട. മുകേഷിനെ ഫോൺ വിളിച്ചൊരു ചെറുപ്പക്കാരനോട് മുകേഷ് പെരുമാറുന്ന രീതി, നമുക്ക് മറുനാടൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം. നടൻ മുകേഷ് എക്കാലത്തും ഒരു വിവാദ നായകനാണ്. CPM-ന്റെ സ്വന്തമായതുകൊണ്ട് യാതൊരു അർഹതയുമില്ലാതിട്ടും കൊല്ലത്തെ MLA ആയി. രണ്ടാം വട്ടവും ജനം അദ്ദേഹത്തെ ജയിപ്പിച്ചു എന്നത് കൊല്ലത്തെ ജനങ്ങളോട് സഹതാപം തോന്നുന്ന അനുഭവമാണ്. ജനങ്ങൾക്ക് MLA എന്ന നിലയിൽ ഒരു ഗുണവും മുകേഷിനെ കൊണ്ടില്ലെങ്കിലും 2 വട്ടം ജയിപ്പിച്ച് MLA ആക്കുകയും പാർലമെന്റിലേക്ക് മത്സരിക്കുകയും ചെയ്തു, പിണറായിയുടെ ഇഷ്ട നായകനായതുകൊണ്ട്. എന്നാൽ ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് ഇപ്പോഴും മുകേഷിന് അറിഞ്ഞുകൂടാ. മുകേഷ് തന്റെ ആദ്യ ഭാര്യയോട് ചെയ്ത ക്രൂരതകൾ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തോട് പറഞ്ഞിരുന്നു. മര്യാദയ്ക്ക് നൃത്തവുമായി ജീവിച്ചിരുന്ന ലോക പ്രശസ്ത മോഹിനിയാട്ടം കലാകാരി മേതിൽ ദേവികയെ പല കെണികൾ ഒരുക്കി വീഴ്ത്തി വിവാഹം കഴിച്ച് കാട്ടിക്കൂട്ടിയ ഉപദ്രവത്തിന്റെ വേദന അവർ അടുപ്പമുള്ളവരോട് പറയാറുണ്ട്, പരസ്യമായി പറയാറില്ലെങ്കിലും. ആളുകളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ മിനിമം മര്യാദ ജനപ്രതിനിധിയായിട്ടും മുകേഷിന് അറിഞ്ഞുകൂടാ. മുകേഷിനെ വിളിക്കുന്നവരോട് മുകേഷ് അറിയാതെ പറഞ്ഞു പോകുന്നതൊക്കെ ഇടയ്ക്കിടെ വിവാദമാവാറുണ്ട്. ഒരു കുട്ടി ഫോണിൽ വിളിച്ചപ്പോൾ മുകേഷ് പറഞ്ഞ ഡയലോഗുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അക്കൂട്ടത്തിൽ ചേർക്കാൻ മുകേഷിന്റെ ഒരു ഭീഷണി വർത്തമാനം മറുനാടൻ എക്സ്ക്ലൂസീവായി പുറത്തുവിടുകയാണ്. കൊല്ലത്തുള്ള രാഗം രാധാകൃഷ്ണൻ എന്ന പേരുള്ള ഒരു വ്യാജ മാധ്യമ പ്രവർത്തകനുണ്ട്. പത്രപ്രവർത്തകനാണ് എന്ന പേരിൽ അയാൾ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന പരാതിയുമായി നിരവധി പേർ എത്തിയിട്ടുണ്ട്. പല ആളുകളുടെയും മരണത്തിന് കാരണക്കാരനായിട്ടുണ്ട്, നിരവധി ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പറ്റിച്ചിട്ടുണ്ട് തുടങ്ങിയ അനേകം പരാതികൾ ഈ രാഗം രാധാകൃഷ്ണനെതിരെയുണ്ട്. ഒരിക്കൽ ഇയാളുടെ കള്ളത്തരങ്ങളും തട്ടിപ്പുമൊക്കെ മറുനാടൻ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഈ രാഗം രാധാകൃഷ്ണൻ ചതിച്ച ഒരാളാണ് തിരുവനന്തപുരം ഊരുട്ടമ്പലത്തുള്ള ഗൗതം. ഈ രാധാകൃഷ്ണൻ ഒരു വാർത്തയിലൂടെ പരിചയപ്പെട്ട ഗൗതമിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനാകുന്നു രാധാകൃഷ്ണൻ. അക്കാലത്ത് രാധാകൃഷ്ണനും നടൻ മുകേഷും തമ്മിൽ വളരെ അടുപ്പമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ മുകേഷിന്റെ വലങ്കയായി നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും രാഗം രാധാകൃഷ്ണനാണ്. ആ ഒരു ആത്മവിശ്വാസത്തിൽ ജോലി കിട്ടുമെന്ന് കരുതി ഗൗതം കൊടുത്തത് 5 ലക്ഷം രൂപയാണ്. ഈ 5 ലക്ഷം രൂപ തിരിച്ചു വരാതെ വന്നപ്പോൾ പരാതിയായി, കേസായി. രാഗം രാധാകൃഷ്ണൻ ഉന്നത പോലീസ് ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് അനേകം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും പോലീസ് തൊട്ടിട്ടില്ല. ഈ കാര്യമൊന്ന് പറയാൻ വേണ്ടി നടൻ മുകേഷിനെ ഗൗതം ഒന്ന് വിളിച്ചുപോയി. മുകേഷുമായി അല്പനേരം സംസാരിച്ചതോടെ ഗൗതം പേടിച്ചുപോയി. അപരിചിതരായ ആരെയും ഫോൺ വിളിക്കാൻ ഗൗതമിന് ധൈര്യമുണ്ടാവില്ല എന്ന് തീർച്ച. എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ. അതെ, അത് അറിയാമല്ലോ. പിന്നെ ആരാണെന്ന് അല്ല സാർ, ഞാൻ 2 നമ്പറിൽ വിളിച്ചതാണ്. ശരി, പറഞ്ഞു. ആരാണ്? എവിടുന്നാണ്? ഞാൻ തിരുവനന്തപുരത്താണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്തിനാണ്. ഊരുട്ടമ്പലം. പറഞ്ഞോ, എന്തായിരുന്നു? സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഗം രാധാകൃഷ്ണൻ. ഹലോ. സുഹൃത്ത് അല്ല സാർ, സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ. കോടതിയുടെ തീരുമാനമാണ്, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ സാർ, ഞാൻ വരും. എന്താണ് ചോദിക്കാൻ? സുഹൃത്താ? അല്ല, ഞാൻ വാർത്തയിലൊക്കെ കേട്ടോണ്ട് അറിയാതെ. എനിക്ക് നിർത്തിക്കോ, ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ കേട്ടോ. വാർത്തയിലാണ് വീട്ടിൽ വന്ന് അടിച്ച് തിരുത്തുന്നില്ലേ? ഞാൻ അങ്ങനെയല്ല സാർ, വാർത്തയാണ്. ഇപ്പൊ വരും. എന്റെ മേഴ്സിലാണ് ഞാൻ പറയുന്നത്. അയാൾ അറിയാതെ വിളിച്ചു പോയതാണ്, വിട്ടുകളയെന്ന് പറഞ്ഞാൽ ഓക്കെ. അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല. രാഗം സുഹൃത്താ? ഞാൻ വാർത്തയിലാണ് പറഞ്ഞപ്പോ വെച്ചോ. ജീവൻ കൊതിയുണ്ടെങ്കിൽ വെച്ചോ കേട്ടോ. ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോൾ ആരും വിളിക്കരുത് കേട്ടോ. നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല, വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ. ഇറങ്ങിയിരിക്കുകയാണോ പരിപാടിയായിട്ട്? ശരി, ഓക്കെ. ഗൗതം മുകേഷിനെ വിളിച്ചപ്പോൾ മുകേഷ് എടുത്തില്ല. പക്ഷെ മുകേഷ് തിരിച്ചു വിളിച്ച മര്യാദ അംഗീകരിക്കേണ്ടതാണ്. തിരുവനന്തപുരത്ത് നാളെ പറഞ്ഞിട്ട് പറയൂ എന്ന് പറഞ്ഞ് കേൾക്കാൻ കാണിച്ച സൗമ്യനസ്യവും അംഗീകരിക്കേണ്ടതാണ്. പക്ഷേ അങ്ങയുടെ ഉച്ച സുഹൃത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രകോപിതനാവേണ്ട കാര്യമുണ്ടോ? എന്റെ സുഹൃത്തല്ല എന്ന് പറയാം. ഗൗതം ഇത് പറയാൻ കാരണമുണ്ട്. മുമ്പൊരിക്കൽ മുകേഷിനോട് സംസാരിച്ചപ്പോൾ രാധാകൃഷ്ണൻ നല്ലവനാണ്, അവൻ പറ്റിക്കില്ല എന്ന് വാക്ക് കൊടുത്തിരുന്നു. എന്ന് മാത്രമല്ല, രാധാകൃഷ്ണനും മുകേഷും തമ്മിലുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ലഭ്യമാണ് താനും. ആ ധൈര്യത്തിലാണ് വീണ്ടും വിളിച്ചത്.
പിന്നെ അങ്ങോട്ട് കേട്ടത് മുഴുവൻ പൊട്ടിത്തെറി, തെറിവിളി, ചീത്തവിളി, ഭീഷണിപ്പെടുത്തൽ. എന്താണ് ഇതിന്റെ പശ്ചാത്തലമെന്ന് ഞാൻ ഗൗതമിനോട് ചോദിച്ചത്. ഈ വീഡിയോയുടെ ഒടുവിൽ കൊടുക്കുന്നത് അതുകൂടി കേട്ടാൽ ഇതിന് മുഴുവൻ പശ്ചാത്തലവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് മുമ്പ് എനിക്ക് മുകേഷിനോട് പറയാനുള്ളത്, മുകേഷിന് അതേ ഭാഷയിൽ തന്നെ അല്പം കൂടി അന്തസ് കാണിക്കണമെന്നാണ്. ഒരു സാധാരണക്കാരൻ ജനപ്രതിനിധിയെ വിളിക്കുമ്പോൾ അയാൾ കൃത്യം മണ്ഡലത്തിന്റെ കണക്ക് നോക്കിയൊന്നുമല്ല. എന്ന് മാത്രമല്ല, മുകേഷിന്റെ സുഹൃത്താണ് എന്ന് മുകേഷ് തന്നെ സംബന്ധിച്ചിട്ടുള്ള മുകേഷിന്റെ മണ്ഡലത്തിലുള്ള ഒരാൾക്കെതിരെയാണ് പരാതി. അപ്പോൾ സ്വാഭാവികമായും വേറൊരു മണ്ഡലത്തിലുള്ള ഒരാൾക്കും വിളിക്കാം. മുകേഷ് എന്താണ് കരുതിയത്? മുകേഷിന്റെ ഫോൺ നമ്പർ സൈബറിലേക്ക് കണക്ട് ചെയ്യാൻ മുകേഷിനെ ഇന്ത്യൻ പ്രസിഡന്റ് ആണോ? കേരള മുഖ്യമന്ത്രിയെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും പോലും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനുള്ള അവകാശം ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട്. ആർക്കും പ്രത്യേക ഒരു പ്രൊട്ടക്ഷനും ഒരു കോടതിയും കൊടുത്തിട്ടില്ല. മുകേഷിനെ വിളിച്ചാൽ അപ്പോൾ തന്നെ സൈബറിലേക്ക് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ വെച്ചോണം, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സൈബർ പോലീസ് വരും. നീ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് എന്റെ മേഴ്സി കൊണ്ടാണ്, കരുണ കൊണ്ടാണ്, ഞാൻ അന്വേഷിക്കുന്നു പറഞ്ഞാൽ അപ്പം തന്നെ നിന്നെ പൊക്കിയിട്ട് അകത്തിടും, നിന്റെ വീട്ടിൽ കയറി ഞാൻ നിന്നെ ഇടിക്കും, ഇഞ്ച പരിവുമാക്കും, ജീവൻ വേണമെങ്കിൽ നീ വാഴക്കണേ എന്നൊക്കെ പറയാൻ മാത്രം മുകേഷ് എവിടെയാണ് ജീവിക്കുന്നത്? ഇതെന്നാ കമ്മ്യൂണിസ്റ്റ് ഉത്തരകൊറിയാണോ? മുകേഷിന്റെ പാർട്ടിക്കാർക്കും അങ്ങനെ ഒരു കേരളം സൃഷ്ടിക്കാൻ ആഗ്രഹം കാണും. പക്ഷേ ഇപ്പോഴും ഇത് ജനാധിപത്യ കേരളമാണ്. ഏത് പിണറായി വിജയൻ വിചാരിച്ചാലും ഈ നാട്ടിലെ ജനാധിപത്യം അട്ടിമറിക്കാൻ നമ്മുടെ ഭരണഘടന സമ്മതിക്കില്ല. അപ്പോഴാണോ സിനിമാ നടനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് സൈഡ് ബിസിനസ്സായി MLA ആകാൻ ഇറങ്ങിയ മുകേഷ് കരുതുന്നത്? കുറച്ചുകൂടി മര്യാദയും അന്തസ്സും ഫോൺ വിളിക്കുന്നവരുടെ കാട്ടാനുള്ള മര്യാദ ജനപ്രതിനിധി എന്ന നിലയിൽ മുകേഷ് കാണിക്കണം. വെറും സിനിമാ നടൻ മാത്രമായിരുന്നെങ്കിൽ ഇങ്ങനെ ആയാലും മതി. കാരണം സൗകര്യമുണ്ടെങ്കിൽ എടുത്താൽ മതി, ഉത്തരവാദിത്വമില്ല. പക്ഷേ ജനപ്രതിനിധിയാണ്. ആര് വിളിച്ചാലും അവർക്ക് ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട്. അത് മറന്നുകൊണ്ട് അഹങ്കാരത്തോടുകൂടി നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആരെയും ഭീഷണിപ്പെടുത്താമെന്ന് കരുതിയാൽ അത് അങ്ങേയറ്റം വൃത്തികേടാണ്. മുകേഷിന്റെ ഭീഷണിക്ക് മുമ്പിലോ പേടിപ്പീരിന് മുമ്പിലോ വീണു പോകുന്നവരല്ല പൗരബോധമുള്ള മനുഷ്യർ. ഈ സമൂഹം ഗൗതമനെ പോലുള്ളവർക്കൊപ്പം നിൽക്കും. അല്ലാതെ ഫോൺ വിളിക്കുന്നവർ വരട്ടി കമ്മ്യൂണിസ്റ്റ് ഉത്തരകൊറിയ സ്ഥാപിക്കാൻ ഇറങ്ങിയാൽ അത് വീട്ടിൽ വെച്ചാൽ മതി എന്ന് പറയേണ്ടി വരും. എന്താണ് സംഭവിച്ചത്? ഞാൻ ഗൗതമനോട് ചോദിച്ചതിന് ഗൗതം പറയുന്ന മറുപടി കൂടി കേൾക്കുക. ഗൗതം ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഡ്രൈവിംഗിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്താണ് മുകേഷിനെ നിങ്ങൾ ടെലിഫോൺ വിളിക്കാനുള്ള സാഹചര്യം എന്താണ്? ഞാൻ രാഘം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനൽ നടത്തുന്ന ഒരാളുണ്ട്. പുള്ളിക്കാരൻ കൊല്ലത്ത്. പുള്ളിക്കാരൻ പലരെയും തട്ടിച്ചിട്ടുള്ള പരാതി കേട്ടിട്ടുള്ള ആളല്ലേ? അതെ അതെ. അയാള് പുള്ളിക്കാരൻ എന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു, ജോലി വാഗ്ദാനം നൽകി. 5 ലക്ഷം രൂപ? അതെ. അത് ശരി. അതെന്നാ മേടിച്ചേ? കഴിഞ്ഞ വർഷം. എന്ത് ജോലി വാഗ്ദാനം? സർക്കാർ ജോലി തരാൻ പറഞ്ഞാണോ? അല്ല, HR മാനേജറായിട്ട് പുള്ളിയുടെ ചാനൽ, പുള്ളിയുടെ സ്ഥാപനത്തിൽ HR മാനേജറായിട്ട്. അതിന് നിങ്ങളാ എന്നിട്ടോ പുള്ളി തന്നില്ല? ജോലി തന്നു. പക്ഷേ 3 മാസം ഞാൻ ജോലിക്ക് പോയി. അവിടെ പുള്ളിക്കാരൻ വരത്തില്ല, എനിക്കൊരു വർക്ക് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. എന്നെ മനഃപൂർവ്വം പറ്റിക്കാനായിട്ട് ഒരു ഓഫീസ് തുടങ്ങിയതാണ് 5 ലക്ഷം വാങ്ങിക്കാനായിട്ട്. വേറെ വല്ലതെങ്കിലും പരിചയത്തിലായിരിക്കും? അതെ അതെ, തീർച്ചയായിട്ടും. ഒരു സ്റ്റാഫ് മാത്രം ഉണ്ടായിരുന്നു. അയാളും പൈസ കൊടുത്ത് കയറുകയാണോ? അതറിയത്തില്ല, പുള്ളിന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ എന്റെ ഒരു ചോദ്യം, ഇയാളെ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചേ? വിശ്വസിന് പുള്ളിക്കാരൻ 5-6 പ്രാവശ്യം എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ പരിചയം? ഈ ചാനൽ വഴിയാണ് പരിചയപ്പെട്ടത്. ഈ ചാനലിലാണ് വാർത്ത കണ്ടിട്ട്? അപ്പൊ പരിചയപ്പെട്ടിട്ട് അയാളെ നിങ്ങൾ വിളിച്ചിട്ടുണ്ട്? അതെ അതെ. അന്നേരം അയാൾ നിങ്ങളുടെ വീട്ടിൽ വന്നു? 2-3 വർഷത്തെ ബന്ധമുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഞാൻ ഡിഗ്രി പഠിക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരൻ ഡിഗ്രി പഠിച്ച ഉടനെ ഞാൻ നിനക്ക് നമ്മളെ ഓഫീസിൽ ജോലി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോ നമ്മൾ ഒരു കുടുംബ വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ കൊടുക്കാനായിട്ട് പുള്ളി നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുത്തായിരുന്നു. അപ്പൊ അത് അനുസരിച്ച് പറഞ്ഞു, ഒന്നും കൂടെ വിഷമിക്കുന്ന ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മയും അമ്മയും ഞാനാണ് വീട്ടിലുള്ളത്. അമ്മ കിഡ്നി പേഷ്യന്റ് ആണ്, അമ്മൂമ്മ 86 വയസ്സായി. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരൻ എല്ലാത്തിനും ഗൗതമിന് ഞാനുണ്ട്, പേടിക്കണ്ട, വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് ഒരു വീട്ടിലൊരു മെമ്പറിനെ പോലെ സംസാരിച്ചു. അപ്പൊ അങ്ങനെ അത്ര ഡീപ് ഫ്രണ്ട് ആയി. അങ്ങനെയായിരുന്നു ഈ പൈസ 5 ലക്ഷം രൂപ ജോലി കിട്ടണമെങ്കിൽ 5 ലക്ഷം വേണമെന്ന് 5 ലക്ഷം വേണമെന്ന് പറഞ്ഞ് നിരന്തരം വീട്ടിൽ വരുമായിരുന്നു. ഈ പൈസ വാങ്ങിച്ചതിന് ശേഷം പിന്നെ പുള്ളി ഇത് കാണാനേ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇല്ല. അപ്പൊ എന്റെ ഒരു സിമ്പിൾ ചോദ്യം, ഈ പുള്ളിയുടെ ഒരു കമ്പനി അല്ല, പുള്ളിക്ക് ഒരു റെപ്യൂട്ടേഷൻ ഇല്ല, പുള്ളി ഒരു സ്ഥാപനം എന്ന് പറയാൻ അവിടെ കൂടെ നിങ്ങൾ എന്തിനാണ് 2 5 ലക്ഷം രൂപ കൊടുത്തേ? പുള്ളി ബ്രൗഷർ കാണിച്ച് ചാനലിലോട്ട് വരാൻ പോകുന്നു പറഞ്ഞു. ഓൺലൈൻ ചാനൽ അല്ലാതെ ഏഷ്യൻ ന്യൂസ് പോലെയുള്ള ചാനലിൽ വരുമെന്നുള്ള ഇതൊക്കെ കാണിച്ചായിരുന്നു. ചാനലിലോട്ട് കാണിച്ചതുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ആരും അന്വേഷിക്കില്ല. അന്വേഷിക്കരുത്, ആരുടെ പറയരുതെന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാൻ പോയില്ല. പിന്നെ അത് മാധ്യമം അങ്ങോട്ടും എതിരാളികൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ അത് വിശ്വസിച്ചിട്ട് കൊടുത്തതാ. എങ്ങനെ കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു? അത്രയും കാശ് 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. വീട്ടിലുണ്ടായിരുന്നു? അത് മൊത്തം കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ജോലിക്ക് എന്നൊക്കെ കാണുന്നത് അവിടെ ആരുമില്ല? അവിടെ ഉദ്ഘാടനം ചെയ്തു. ഞാനും അമ്മയും അമ്മയും പുള്ളിക്കാരനും കൂടെ ഉദ്ഘാടനം വേറെ ആരും വന്നില്ല? മുകേഷ് MLA വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മളെ, പക്ഷെ ആരും വന്നില്ല. ഇയാൾക്ക് മുകേഷ് MLA ആയിട്ട് നേരത്തെ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? പുള്ളി പറഞ്ഞിരുന്നു, കൊല്ലം മണ്ഡലത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരനാണ് ന്യൂസ് എടുക്കാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഇത് ചെയ്തത്. വീഡിയോ ഉണ്ടായിരുന്നു. എങ്ങനെ വീഡിയോ? അവർ ഒരുമിച്ച് നടക്കുന്നു? ഇത് ഒരുമിച്ച് നടക്കുന്നത്, അതുപോലെ തന്നെ ഈ ജനങ്ങളോട് സംസാരിക്കുന്നതും മുകേഷ് MLA പറ്റി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന അതിന്റെയൊക്കെ വീഡിയോ എടുത്തു ഉണ്ടായിരുന്നു. അപ്പൊ മുകേഷ് പാട്ടിയാൾക്ക് ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പായിരുന്നു? അതെ അതെ. നിങ്ങൾ എന്നിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ എവിഡൻസ് ഉണ്ടായിരുന്നോ? എന്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതെനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് കഴിയുന്നുണ്ട്. ഇത് പ്രോത്സാഹിപ്പിക്കുന്നതും പുള്ളിയുടെ കൂടെ നടക്കുന്നതും പുള്ളിയുടെ ഇത് സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ഞാൻ മുകേഷ് MLA വിളിച്ചിരുന്നു. നിങ്ങൾ MLA വിളിച്ചു? ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ പറ്റിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അറിവ് നല്ല മനുഷ്യനാണ്, അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് അപ്പൊ പറഞ്ഞിരുന്നു. രണ്ടാമത് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് നിങ്ങളുടെ MLA വിളിക്കുക, നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പുള്ളി ഒഴിഞ്ഞു മാറി. രണ്ടാമത് വിളിച്ചപ്പോൾ? അതെ. എന്നിട്ട് പിന്നെ നിങ്ങൾ കേസ് കൊടുത്തു? കേസ് എവിടെ കൊടുത്തേ? നരിമാമൂട് പോലീസ് സ്റ്റേഷൻ. അതെവിടെ? തിരുവനന്തപുരത്ത്. പോലീസ് കേസെടുക്കാൻ മടി കാണിച്ചു. എന്നിട്ട് നിങ്ങൾ എങ്ങനെ എടുത്തിട്ടേ? പിന്നെ നമ്മൾ ഇത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത്, പിന്നെ കാട്ടാക്കട DYSP ഓഫീസ് ഉണ്ട്, അവിടെ പരാതി വന്നു, അയച്ചു. പിന്നെ അവർക്ക് ഇടപെട്ടു, പിന്നെ അങ്ങനെ FIR ഇട്ടു. അതുപോലെ തന്നെ അവർക്ക് ഇതിലെ കേസ് എടുത്തു, മുൻകൂർ ജാമ്യം അവരെടുത്തു. അറസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, മുൻകൂർ ജാമ്യം
എടുത്തു. കേസ് കൊടുത്തല്ലാതെ പക്ഷെ പിന്നെ വേറെ ഒന്നും സ്റ്റെപ്പ് എടുത്തില്ല. ഇതിനിടെ ഞാൻ രാധാകൃഷ്ണൻ പുള്ളിക്കാരനെ വിളിച്ചിരുന്നു. ആ പുള്ളി പറഞ്ഞു ഇത് ഞാൻ പോലീസൊക്കെ എനിക്ക് അനുകൂലമാണ്, അതുകൊണ്ട് കേസൊന്നും എടുക്കാനുള്ള ഇത് വരത്തില്ല എന്നൊക്കെ പറഞ്ഞു പുള്ളി അങ്ങ് കട്ട് ചെയ്തു. പിന്നെ എടുക്കത്തില്ല. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ മുകേഷ് വീണ്ടും വിളിക്കാൻ കാര്യമാണ്? ഇപ്പൊ വിളിക്കാൻ കാരണം എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നടപടി ഉണ്ടാവും വിചാരിച്ചു, അല്ലെങ്കിൽ പുള്ളി സംസാരിച്ചൊരു ഒത്തുതീർപ്പാക്കിയ കാശ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ഇടപെട്ടിട്ട് വിളിച്ചപ്പോ തന്നെ ഇങ്ങനെ വിളിച്ചു. അതെ. അപ്പൊ നിങ്ങൾ കട്ട് ചെയ്തു? പുള്ളി തന്നെ കട്ട് ചെയ്തു. ഞാൻ മിണ്ടാതെ കേട്ടോണ്ടിരുന്നു പുള്ളി അവസാനം എന്താണ് പറയുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്? ഞാനത് സാജൻ സാറിനെ അറിയിച്ചു എന്താണെന്നുള്ളത് നോക്കാൻ മാധ്യമത്തിൽ ഇത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത്രമാത്രം ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് സംസാരിച്ചത്. സാർ കേട്ടല്ലോ. നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് പൈസ കയറ്റാൻ വഴി? അതിനിപ്പോ കോടതി വഴി പോകാനേ പറ്റത്തുള്ളൂ. ശരി, ഓൾ ദി ബെസ്റ്റ്. ഈ ചെറുപ്പക്കാരനൊരു സാധുവാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വോയിസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടെ ഒരു ലൗഡ് വോയിസ് ആയിരുന്നെങ്കിൽ മുകേഷ് ഇതുപോലെ സംസാരിക്കില്ലായിരുന്നു. ആ വോയിസ് ഡൗൺ ആയതുകൊണ്ട് മുകേഷിന്റെ വോയിസ് ലൗഡാക്കി. ഭീഷണിയുടെ സ്വരം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്നു. അപ്പം അത്യാവശ്യം ബോൾഡായിട്ടുള്ളൊരു പുള്ളിയാണെന്നെങ്കിൽ ഈ ഭീഷണിയുടെ സ്വരം അങ്ങോട്ട് വരത്തില്ല. മുകേഷ് അത് പലതവണയായി പാർട്ടി തലത്തിലൊക്കെ മുകേഷിന് താക്കീതുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല നടനാണ്. അദ്ദേഹത്തിന്റെ സിനിമാ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് പുള്ളിക്ക്. പിന്നെ പുള്ളി പബ്ലിക്കിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ജനത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നേതാവ്, ഒരു പൊളിറ്റീഷ്യൻ, MLA. അപ്പം അയാൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സാധാരണ സിറ്റിസൺസ് ഒരു കാര്യം ചോദിക്കുമ്പം ശാന്തനായിട്ടിരുന്ന് കേൾക്കുകയും നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള മര്യാദയുണ്ട്. നേരിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ തൻ്റെ മറ്റ് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് വഴി അത് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു MLAയുടെ ഡ്യൂട്ടി. വിളിക്കുന്നവരെല്ലാം ഇടിക്കൊന്നും നിന്നെ ഉറക്കില്ലെന്നും ഒരു സാധുവായ ചെറുപ്പക്കാരനെ ഭീഷണിപ്പെടുത്തുക ചെയ്യുന്നു. അയാൾക്കൂടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അയാളുടെ ലൈഫിന് ത്രട്ട് ചെയ്തിരിക്കുകയാണ്. നിയമപരമായിട്ട് ഈ ചെറുപ്പക്കാരൻ പോയാൽ മുകേഷ് കൊടുക്കും. അങ്ങനെ സംസാരിക്കാനുള്ള റൈറ്റൊന്നും ഒരു MLAക്കില്ല. സുഹൃത്തല്ലേ എന്നല്ലേ ചോദിച്ചത്? സുഹൃത്തല്ല, എൻ്റെ ആരും അല്ല, എനിക്ക് അയാളെ അറിയത്തില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഇതും പറഞ്ഞുകൊണ്ടില്ല ദേവി ഇത് വിളിക്കണം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് സംസാരിക്കാം. ഫോൺ കട്ട് ചെയ്തിട്ട് പോയാൽ പോലും പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പം ഭീഷണിയുടെ സ്വരത്തിലോട്ട് ഗുണ്ടായുസം പോലെയൊക്കെയാണ് ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു MLA സംസാരിക്കേണ്ട രീതി ഇതാണോ? ഈ വോട്ട് മേടിക്കാൻ നമ്മൾ ചെല്ലുമ്പം അവരുടെ മുമ്പിൽ കിടന്ന് ചുറ്റിക്കളിക്കുകയും ഭിക്ഷക്കാരനെ പോലെ കൈ നീട്ടുകയും വോട്ട് കിട്ടിക്കഴിയുമ്പം നമുക്ക് വോട്ട് ചെയ്തവരെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന പരിപാടിയുണ്ട്. സ്ഥിരം രാഷ്ട്രീയക്കാർ പ്രയോഗിക്കുന്നതാണ്. ആ കാര്യത്തിൽ ഒരു പരിധിവരെ എല്ലാവരും അതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അതിൽ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും ഈ സ്വഭാവം കാണിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരെ വന്ന ഒരു വലിയ വിഭാഗം എല്ലാ പാർട്ടിയിലും ഉണ്ട്. വോട്ട് മേടിക്കാൻ ചൊല്ലുമ്പോൾ ഇതല്ലല്ലോ. സ്നേഹവും ബഹുമാനവും ആലിംഗനവും വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിന്റെയും പേര് വരെ അറിയാം. വോട്ട് കിട്ടി ജയിച്ചു കഴിയുമ്പം ആ വീട്ടുകാരെ അറിയത്തില്ല, അവരുടെ പേരും അറിയത്തില്ല, ഈ പറഞ്ഞ സ്നേഹവും ഇല്ല, ആലിംഗനവും ഇല്ല. കിടക്ക് പുറത്ത് ഫോൺ വിളിച്ചാൽ പോലും അന്തസ്സുണ്ടോടാ. നമ്മൾ പബ്ലിക്കിലിറങ്ങി ഒരു രാഷ്ട്രീയ നേതാവായിട്ട് പ്രവർത്തിക്കുമ്പോൾ, രാഷ്ട്രത്തിന്റെ തസ്തികകളിൽ കയറി ഇരിക്കുമ്പോൾ നമുക്ക് ചില ഡ്യൂട്ടീസ് ഉണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ പണി നിർത്തിയിട്ട് നമ്മൾ വേറെ വല്ല ബിസിനസ്സോ സിനിമാ മേഖലയിലൊക്കെ പുള്ളിയുടെ അതൊക്കെ ആണെങ്കിൽ ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് സൗകര്യമില്ല ഫോൺ എടുക്കാൻ, എനിക്കിപ്പം താല്പര്യമില്ല, ഒരു മൂഡില്ലെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറാം. പക്ഷെ ഒരു ജനപ്രതിനിധിയായിട്ട് ഇരിക്കുമ്പം ഇമാതിരിയുള്ള പരിപാടികൾ കാണിക്കുന്നത് മോശം പ്രവൃത്തി തന്നെയാണ്. ഇതിപ്പം അസഭ്യം വരെ പറയുന്നു, ഭീഷണി മുടക്കുന്നു. പിന്നെ ഈ ചെറുപ്പക്കാരൻ്റെ കാര്യത്തിൽ ഇയാള് ഈ രാധാകൃഷ്ണനെ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞു, അമ്മയ്ക്ക് വയ്യ, ഈ 5 ലക്ഷം രൂപയ്ക്ക് ഇയാൾക്ക് എന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങാം, ചെറുകിട സംരംഭം വീട്ടിൽ തന്നെ തുടങ്ങാം. അതിൽ നിന്ന് അദ്ദേഹത്തിന് ആദായം കിട്ടുകയും ചെയ്യും. ഇപ്പം ഈ 5 ലക്ഷം രൂപ ഇയാൾക്ക് കൊണ്ടു കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? തൻ്റെ കയ്യിൽ ഇരിക്കുന്ന പൈസ കൊണ്ടു കൊടുത്തിട്ട് അയാൾ മാസം ശമ്പളം തന്ന് അത് ക്ലോസ് ചെയ്യുമെന്നുള്ളൊരു വ്യവസ്ഥയായിരിക്കും ചിലപ്പം ഈ രാധാകൃഷ്ണൻ എടുത്തിരിക്കുന്നത്. എന്താണല്ലോ നമ്മൾ ആർക്കെല്ലാം പൈസ കൊണ്ടു കൊടുക്കുന്നത്, നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുക. ഞാൻ എന്തിനാ പൈസ കൊടുക്കണം, ആർക്ക് വേണ്ടി പൈസ കൊടുക്കണം, ആ പൈസ കൊടുത്താൽ എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടുമോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചതിന് ശേഷമേ ഉള്ളൂ ക്യാഷ് ഇറക്കാവുള്ളൂ. ഇനി ഇതുപോലെയൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചതിവിൽ പോയി പെടാതിരിക്കുക. ഈ രാധാകൃഷ്ണനെ പോലുള്ള ആളുകളൊന്നും നമുക്കറിയത്തില്ല. ആളുകൾ നമ്മൾ ഈ കാണുന്ന പോലെ അല്ല. നമ്മൾ വീഡിയോയിൽ കാണുന്ന വ്യക്തികളും അല്ലെ കഥാപാത്രങ്ങളിൽ കാണുന്ന വ്യക്തികളൊന്നും ജീവിതത്തിൽ അങ്ങനെയാണെന്നില്ല. ജീവിതം വേറെ, വിഷ്വൽ മീഡിയ ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുടെ സ്വഭാവം വേറെ. അപ്പം ഈ ചെറുപ്പക്കാരൻ അയാളുടെ വീഡിയോസ് കണ്ടിട്ടെന്നല്ല പറയുന്നത്. ഏതായാലും ഈ ചെറുപ്പക്കാരന് നീതി കിട്ടട്ടെ, 5 ലക്ഷം രൂപ തിരിച്ചു കിട്ടാനുള്ള കാര്യങ്ങൾ നടക്കട്ടെ. ഇങ്ങനെ കൈപ്പറ്റിൻ്റെ ബൈ ഹാൻഡ് ആയിരിക്കും ഈ ചിലപ്പം ക്യാഷ് കൈപ്പറ്റിയിരിക്കുന്നത്. അതിപ്പോൾ എത്ര വർഷമായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.